കാട്ടാക്കടയിൽ വന്ന് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നിവിടെ വന്ന് നിങ്ങളൊക്കെ കാണാനും ഇങ്ങനെ സംസാരിക്കാനും ഒരു അവസരം തന്നതിന് ഇതിൻ്റെ ഭാരവാഹികളുടെ എൻ്റെ നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിനെ കാണാൻ നിങ്ങൾ കാത്തിരിക്കുകയാണ്. ചെന്നൈയിലെ പോലെ തന്നെ ഇവിടെയും നല്ല ചൂടാണ് അല്ലേ? സോ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. അത് കാണുമ്പോൾ എനിക്ക് ഐ എം താങ്ക്ഫുൾ ആൻഡ് ഐ എം ഷുവർ ദാറ്റ് യുവർ ടൈം ആൻഡ് യുവർ എഫേർട്ട് വിൽ നോട്ട് ബി ഇൻ വെയിൻ. ഞാൻ ഇന്നലെയാണ് ട്രിവാൻഡ്രം എത്തിയത്. ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ശ്രീ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം. അതേപോലെ ഇന്നത്തെ ഈ വേദിയിൽ എന്നെ ക്ഷണിച്ചതിന് എൻ്റെ ചില അഭിപ്രായങ്ങൾ നിങ്ങളോട് പറയാനാണ്. പക്ഷേ പല കാര്യങ്ങളും നിങ്ങൾക്കാണ് കൂടുതലായും അറിയുന്നത്. അതുകൊണ്ട് തീരുമാനം എടുക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഒരു കേരളീയൻ എന്ന നിലയ്ക്ക് എല്ലാ അർത്ഥത്തിലും ഉള്ള നേട്ടങ്ങളും ബെനിഫിറ്റ്സും എൻ്റെ നാടിന് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത്രയേ ഉള്ളൂ. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മെജോറിറ്റി ആൾക്കാരും ഇൻ്റലിജൻ്റ് ആണ്, എഡ്യൂക്കേറ്റഡ് ആണ്, ബുദ്ധിജീവികളാണ്. അതായത് ഒരു പരിധിവരെ എല്ലാവർക്കും അവരവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. എക്സാമ്പിളായിട്ട് വർഷങ്ങളായി ആൾക്കാർ വിദേശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന്. എന്തുകൊണ്ട്? ഇത്രയും ആൾക്കാർ, അതും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും ഒരു എക്സോഡസ് പോലെ, ഒരു ബ്രെയിൻ ഡ്രെയിൻ, ഒരു ലേബർ ഡ്രെയിൻ. അവർ ജോലി ചെയ്യുന്നു, പൈസ ഉണ്ടാക്കി തിരിച്ച് നാട്ടിലേക്ക് അയക്കുന്നു. ഇറ്റ്സ് ഓൾ ഫൈൻ. ഇത് ഒരു തരത്തിൽ പ്രോബ്ലം സോൾവിങ് തന്നെയാണ്. ഗവൺമെന്റിന് വലിയതായി നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല. മോദിജിയുടെ ലീഡർഷിപ്പ് ഇംപോസിബിൾ ആയ പലതും പോസിബിൾ ആയിട്ടുണ്ട് ഇവിടെ. അതിൻ്റെ തെളിവാണ് രണ്ടാം ഇന്നിങ്സിലും അദ്ദേഹം ക്യാപ്റ്റനായി കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് മൂന്നാം ഇന്നിങ്സും അതിൻ്റെ സമയമായി. അദ്ദേഹം ഉറപ്പ് തന്നിരിക്കുന്ന ചില പോയിന്റ്സ്: 5 വർഷം കൊണ്ട് 5 ലക്ഷം യങ്സ്റ്റേഴ്സിന് സ്കിൽ ഡെവലപ്മെന്റ്, അതായത് 12th പാസ്സായവർക്ക് പോലും ജോലി കിട്ടും എന്നുള്ള ഗ്യാരണ്ടി. ട്രിവാൻഡ്രത്ത് ഫിഷർമെൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റ്, കടൽക്ഷോഭം കാരണം പലർക്കും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കടൽ ഭിത്തി നിർമ്മിക്കാനുള്ള പ്രോജക്റ്റാണ്. ടൂറിസം ഡെവലപ്മെന്റ്, അദ്ദേഹം പറഞ്ഞ പോലെ റീട്രേറ്റിംഗ് സം ഓഫ് ഹിസ് പോയിന്റ്സ്. ഹെൽത്ത് ടൂറിസമിന് പറ്റിയ സ്ഥലമാണ് ട്രിവാൻഡ്രം. ഏറ്റവും ലോ കോസ്റ്റിൽ നല്ല ഒരു ട്രീറ്റ്മെന്റ് കിട്ടാൻ പറ്റും എന്ന് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇവിടെയാണ് ചെയ്യാൻ പോകുന്നത്. നെയ്യാറ്റിങ്കര ബേസ് ചെയ്ത് ഒരു IT പാർക്ക്, എല്ലാവർക്കും വീട്, എല്ലാവർക്കും കുടിവെള്ളം, ജൽ ജീവൻ മിഷൻ, സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിക്കാനുള്ള പ്രോജക്റ്റാണ്. ഇപ്പോഴും പലരും കുടിവെള്ളത്തിനായി കഷ്ടപ്പെടുന്നുണ്ട്. സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, സ്ത്രീകൾക്ക് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് തുടങ്ങി സെൻട്രൽ ഗവൺമെന്റിൽ നിന്നുള്ള ഫണ്ട് നേരിട്ട് സ്ത്രീകൾക്ക് തന്നെ എത്തിക്കുകയാണ്. മോദിജിയുടെ ഈ വിഷൻ ഒരു റിയാലിറ്റി ആക്കാൻ ഹൈലി കേപ്പബിൾ ആയ കാൻഡിഡേറ്റ്സ് ആണ് കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നത്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ, മുരളീധരൻ ജി, ശ്രീ സുരേഷ് ഗോപി ജി, Shri Surendran ji. So just like you, I'm hopeful we get what we deserve. We need the best in terms of governance. Jai Hind. ABVPയും നെഹ്റു യുവകേന്ദ്രയും മുതൽ ഇങ്ങോട്ട് യുവതയ്ക്കൊപ്പം നിന്ന നേതാവാണ് ശ്രീ വി മുരളീധരൻ. അതിനാൽ തന്നെ ആറ്റിങ്ങലിന്റെ യുവതയുടെ ഭാവി സംബന്ധിച്ച്
അദ്ദേഹത്തിന് വലിയ സ്വപ്നങ്ങളുണ്ട്. ആ പ്രതീക്ഷകൾ അദ്ദേഹം പങ്കുവയ്ക്കുന്ന ഒരു ചെറു വീഡിയോ ആണ് ഇനി ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. നമുക്ക് ഏവർക്കും അത് കാണാം. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയാണ് ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചത്. വിദ്യാർത്ഥി ജീവിതകാലത്ത് വിദ്യാർത്ഥി പരിഷത്തിന്റെയും അതിനുശേഷം നെഹ്റു യുവ കേന്ദ്രയുടെയും വിവിധ ഉത്തരവാദിത്തങ്ങൾ വഹിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ യുവതയുടെ സ്വപ്നങ്ങളും ആശയങ്ങളും പ്രതിസന്ധികളുമെല്ലാം മനസ്സിലാക്കാൻ നടത്തുന്നത് ലോകത്തിലെ മറ്റേത് രാജ്യത്തെ ചെറുപ്പക്കാരുമായും താരതമ്യം ചെയ്താൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ഏറെ കാര്യശേഷിയുള്ളവരാണ്. പക്ഷേ ഇതൊക്കെയായിട്ടും എന്തുകൊണ്ട് നമ്മുടെ യുവതി യുവാക്കൾ ഇത്രയും വലിയ തോതിൽ നമ്മുടെ നാട് വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും പലായനം ചെയ്യുന്നു എന്നുള്ള ചോദ്യം എന്നെ പലപ്പോഴും അലട്ടിയിരുന്നു. യുക്രൈനിലെ യുദ്ധഭൂമിയിൽ നിന്നാണെങ്കിലും സുഡാനിലോ ഇറാഖിൽ നിന്നാണെങ്കിലും അവിടെ നിന്നൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നവരിൽ വലിയ പങ്ക് മലയാളി വിദ്യാർത്ഥികളും യുവാക്കളുമായി. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർക്ക് കേരളത്തിൽ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ധൈര്യമില്ലാതെ പോയത്? പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച കാലാവസ്ഥയാണ് നമ്മുടെ. അതിശൈത്യമില്ല, കൊടുംചൂടില്ല. നാടും നഗരവും ഒരുപോലെ മനോഹരം. സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ ഉയർന്നു വന്നിട്ടുള്ള കലാലയങ്ങളും ആതുരാലയങ്ങളും വളരെ മഹത്തായിട്ടുള്ള സാംസ്കാരിക പാരമ്പര്യം ഇതെല്ലാമുള്ള ദൈവത്തിന്റെ സ്വന്തം നാട്. അതിനർത്ഥം കുഴപ്പം നാടിനല്ല നയത്തിനാണ് എന്നാണ്. 68 വർഷം നമ്മുടെ നാട് ഭരിച്ച കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് മുന്നണികൾ, ആ മുന്നണികളുടെ നയവൈകല്യങ്ങളാണ് കേരളത്തെ ഇത്തരത്തിലാക്കിയത്. ഉന്നത വിദ്യാഭ്യാസ രംഗം സ്വജനപക്ഷപാതത്തിന്റെയും അഴിമതിയുടെയും ഇടമാണ്. ക്രിമിനലുകളുടെ താവളമായി. അക്കാദമിക് മേഖല മുഴുവൻ തകർന്നു. ബന്ധു നിയമനങ്ങൾ സാധാരണക്കാരന്റെ തൊഴിൽ സ്വപ്നങ്ങളിൽ കരുനിഴൽ വരുത്തി. എത്ര നൂതനാശയങ്ങളുണ്ടെങ്കിലും സംരംഭങ്ങൾ തുടങ്ങണമെങ്കിൽ ഭരണക്കാർക്ക് കൈക്കൂലി കൊടുത്തേ മതിയാകൂ എന്നുള്ള അവസ്ഥയായി. പാർട്ടി ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടത്തിൽ സംരംഭകർ നാടുവിട്ടു പോകുന്ന അവസ്ഥയുണ്ട്. ഇതോടെ തൊഴിലവസരങ്ങളുമില്ല. ഈ അടുത്ത കാലത്ത് ഞങ്ങൾ നടത്തിയ നിരവധി തൊഴിൽ മേളകളിൽ അവിടെ എത്തിയ ചെറുപ്പക്കാരുടെ കണ്ണുകളിലെ നിരാശ, ആ നിരാശ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2047 ഭാരതത്തെ വികസിത രാഷ്ട്രമാക്കേണ്ടത് ഈ ചെറുപ്പക്കാരാണ്. അവരുടെ കാര്യശേഷി ഈ നാടിന് ആവശ്യമുണ്ട്. അതിന് അവർക്ക് ആവശ്യമായിട്ടുള്ള അവസരങ്ങൾ ഈ നാട്ടിലുണ്ടാകണം. അത് സാധ്യമാവുക നരേന്ദ്രമോദിജിയുടെ നയങ്ങൾ, ആ നയങ്ങൾ ഈ നാട്ടിൽ നടപ്പാക്കുന്നതിലൂടെയാണ്. അതാണ് മോദിയുടെ ഗ്യാരണ്ടി.